കൊല്ലത്ത് മുടി വെട്ടിയില്ല എന്നാരോപിച്ച് 14 വിദ്യാർത്ഥികളെ സ്കൂളിന്റെ ഗേറ്റിന് പുറത്താക്കി പ്രധാന അധ്യാപിക. ഉമേനല്ലൂർ മൈലാപ്പൂർ AKMHSS സ്കൂളിലെ 14 +2 വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത്. ഇന്ന് ബാർബർ ഷോപ്പ് അവധിയാണ്, നാളെ മുടി വെട്ടാമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും അധ്യാപകർ കേട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. അതേസമയം കുട്ടികളുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച ശേഷം തുടർ നടപടി കൈക്കൊള്ളുമെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ കുറേ പിള്ളേരെ അകത്തിരുത്തുണ്ട്, താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരും ഇറക്കിടാൻ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തുക എന്നുള്ള പേര്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയമാരെ വരെ ക്ലാസ് ഇരുത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ വർഷം മാത്രമാണ് ഇത്രയും ഫിറ്റ് കാണിച്ചേക്കുന്നത്. 10-14 പിള്ളേരെ മഴയത്ത് ഇറക്കിയിട്ട് രാവിലെ ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നാളെ മുടി കെട്ടിയിട്ട് വരാനാണ് അവർ പറയുന്നത്. ചിലപ്പോൾ അകത്തോലും കയറ്റുന്നില്ല, വെളിയിൽ പോകാൻ കുറച്ചുമേ മഴയത്ത് ഇറക്കിയിട്ട് ഇപ്പോൾ വെയിലായി. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ദൃശ്യങ്ങളിൽ സംസാരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖം അവർ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നില്ല. എങ്കിലും വളരെ മനോഹരമായ മുടിയാണ് അവർക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഈ മാറിയ കാലഘട്ടത്തിൽ ആഗോള തലത്തിൽ തന്നെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസങ്ങൾ പൂർണ്ണമായി മാറുന്നു. പുരുഷന്മാർ മാത്രം ധരിച്ചിരുന്നുവെന്ന് കരുതുന്ന പല വസ്ത്രങ്ങളും ഇപ്പോൾ സ്ത്രീകൾ ധരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജീൻസ്, പാൻസ് പോലെയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കാറുണ്ടായിരുന്നില്ല. പിന്നീട് അത് പുരുഷന്റെ മാത്രം കുത്തകയല്ല. ജീൻസ് പോലെയുള്ള കട്ടികൂടിയ വസ്ത്രങ്ങൾ തണുപ്പ് കാലത്തൊക്കെ എത്രമാത്രം ഉപകാരപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുകയും അതടക്കമുള്ള രീതിയിലേക്ക് പുരുഷന്മാർ മാത്രം ധരിച്ചിരുന്നത് എന്ന് നാം തെറ്റിദ്ധരിച്ചിരുന്ന പല വസ്ത്രങ്ങളും സ്ത്രീകൾ ധരിക്കുന്നു. അതേപോലെ തന്നെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പുരുഷന്മാർ ധരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ചുരിദാർ അടക്കമുള്ളവ പുരുഷന്മാർ ധരിച്ചാൽ എന്താണ് കുഴപ്പം? ജീൻസ് ധരിക്കാമെങ്കിൽ അങ്ങനെ സ്ത്രീയുടെ വസ്ത്രങ്ങൾ പുരുഷന്റെ വസ്ത്രങ്ങൾ എന്നുള്ള വ്യത്യാസങ്ങൾ മാറണം. അതേപോലെ തന്നെ മുടി നീട്ടി വളർത്തി പെൺകുട്ടികളെ പോലെ തന്നെ മുടി നീട്ടി വളർത്തി മനോഹരമായ മുടിയുമായിട്ട് ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ആ ഒരു നല്ല ശീലത്തിനെ മനോഹരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് അധ്യാപകർ വേണ്ടത് എന്നുള്ള നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ വന്നു എന്ന് വന്നേക്കാം. പേൻ ഉണ്ടാവാതെ നോക്കുക, വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് ദുർഗന്ധം വരുത്തുന്ന രീതിയിൽ കുളിക്കാതെ വരാതിരിക്കുക എന്നീ കാര്യങ്ങളല്ലേ വാസ്തവത്തിൽ സ്കൂൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഈ വാർത്ത അതിൻ്റെ തുടർച്ചയിലേക്ക് പോകട്ടെ. കൊല്ലത്ത് മുടി വെട്ടിയില്ല എന്നാരോപിച്ചുകൊണ്ട് 14 വിദ്യാർത്ഥികളെ ഗേറ്റിന് പുറത്താക്കിയിരിക്കുന്നു പ്രധാന അധ്യാപിക.